ഹായ് നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിനീത് ശ്രീനിവാസൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ സിനിമയുടെ ഒരു ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. നമ്മൾ ഇന്നലെ വേറെ 2-3 വീഡിയോയുടെ പുറയിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഹൃദയം എല്ലാ ജനങ്ങളുടെയും ഹൃദയം കീഴടക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതും വിനീത് ശ്രീനിവാസൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ ആ ഒരു കോംബോയിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമയിൽ വലിയ താരനിര എത്തുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നീരജ് മാധവ്, അങ്ങനെ ഒരു വലിയൊരു ബേസിൽ ജോസഫ്, അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. പിന്നെ പ്രണവ് കല്യാണി ആ ഒരു കോമ്പിനേഷൻ നമുക്കറിയാമല്ലോ അല്ലേ, വലിയൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ആ ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ ഞാനും കണ്ടില്ല, ഞാനിപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ടീസർ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കും. അപ്പോൾ എന്താണെങ്കിലും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ, വളരെ പ്രതീക്ഷയുള്ള സിനിമ എന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു ടീസർ എന്തായാലും ഞാനും ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പം എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസർ എന്ന് നേരെ പോവാം. ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് കട്ട് ചെയ്താ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല കേട്ടോ. സാറേ ഞാൻ പോകുന്ന ക്ലാസ്സിൽ ഈ നാട്ടിൽ നിന്നാ. എങ്ങോട്ട്? ഏപ്രിൽ 11, 2024 സിനിമ തിയേറ്ററുകളിൽ റിലീസിനായിട്ട് എത്തുന്നു. ടീസർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ടീച്ചറാണ്. ഒരു പക്ഷേ ചിലപ്പം മലയാള സിനിമയിൽ അടുത്ത ഒരു 50 കോടി അടിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ഒരു വലിയൊരു താരനിര ഇതിനകത്ത് നിന്നുണ്ട്. ബേസിൽ ജോസഫ്, നിവിൻ പോളി, നീരജ് മാധവ്, ധ്യാൻ ശ്രീനിവാസൻ, അത് വലിയൊരു ഒരു എന്താ പറയുക, വലിയൊരു ക്രൂ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. പഴയ കാലഘട്ടമാണ് ആ ടീസറിനകത്തൊക്കെ കാണിക്കുന്നത്. സിനിമ മോഹവുമായിട്ട് എനിക്ക് തോന്നുന്നു മദ്രാസിലേക്ക് വന്ന് കയറുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അല്ലെങ്കിൽ അവരുടെ കഥ, അല്ലെങ്കിൽ ഒരു പ്രണയം ഒക്കെ ഇതിനകത്ത് പറയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് മിനിമം ഗ്യാരണ്ടി നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. മിനിമം ഗ്യാരണ്ടി നമുക്ക് ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ടീസർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടീസർ തന്നെയാണ്. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു ടീസറോ ഒരു ട്രെയിലറോ ഒന്നും കണ്ടിട്ടൊന്നും നമുക്കൊരു സിനിമയെക്കുറിച്ചിട്ടും വിലയിരുത്താൻ പറ്റത്തില്ല. കാരണം വലിയ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ, വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അത് വളരെ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചിട്ട് മുൻവിധികളൊന്നും നടത്താൻ നമ്മൾ ആളല്ല. സിനിമ തിയേറ്ററിൽ വരട്ടെ, തിയേറ്ററിൽ വന്ന് നമ്മൾ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ഒരു ഒപ്പീനിയനുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിലൂടെ കാണുന്നതായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഈ സിനിമയുടെ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.